കായംകുളം സ്വകാര്യ ബസ് സ്റ്റാൻഡിൽ ബസ് ജീവനക്കാർ തമ്മിൽ തല്ലി. സമയക്രമത്തെ ചൊല്ലിയായിരുന്ന തർക്കം. ഇരുകൂട്ടരും ബസ്സുകൾ അടിച്ചു തകർക്കുകയും ചെയ്തു. രഘുനാഥ് നാരായണൻ ചേരുന്നുണ്ട്. രഘു, ഒരേ ഫീൽഡിലുള്ള ആളുകൾ തന്നെയാണ്. അങ്ങനെ ജീവിത സാധനങ്ങൾ, അതായത് ഈ വാഹനത്തിൻ്റെ ചില്ലുകൾ തന്നെ പരസ്പരം തല്ലി തകർക്കുക എന്ന് പറയുമ്പോൾ എത്രത്തോളം പ്രകോപനമാണ് അവിടെ ഉണ്ടായത് രഘു? കായംകുളം പുനലൂർ റോഡിൽ സ്വകാര്യ ബസിന്റെ സർവീസ് ഉണ്ട്. കായംകുളം മുതൽ അടൂർ ഭാഗത്തേക്ക്. അവിടെ 1 മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റ് വ്യത്യാസത്തിലാണ് സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തുക. ഇതിന്റെ സമയക്രമത്തെ ചൊല്ലി പലപ്പോഴും റോഡിൽ വെച്ച് തന്നെ ഈ സ്വകാര്യ ബസ്സിലെ ജീവനക്കാർ തമ്മിൽ തർക്കം ഉണ്ടാകാറുണ്ട്. ഇന്നും അതുപോലെ ഉണ്ടായി. ഈ ഹരിശ്രീ ബസിന്റെ ആരോപണം എന്ന് പറയുന്നത്, മുൻപിൽ പോകുന്ന ബസ് കഴിഞ്ഞ 1 മാസത്തിലധികമായി ഇത്തരത്തിൽ സമയക്രമം പാലിക്കാതെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സഹികെട്ടാണ് ബസ് സ്റ്റാൻഡിൽ വെച്ച് വഴക്കിടുകയും ഉണ്ടായത്. ഇതിനെ തുടർന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അടി നടക്കുകയും 2 ബസ്സുകളും ചില്ല് തകർക്കുകയും ചെയ്തു. വളരെ ഈ കായംകുളം ബസ് സ്റ്റാൻഡ് സ്വകാര്യ ബസ് സ്റ്റാൻഡ് എന്ന് പറയുന്ന അത്യാവശ്യം നല്ല തിരക്കുള്ള ഒരു സമയം, മിനിമം ഒരു 5 ബസ്സെങ്കിലും ഉണ്ടാകുന്ന സ്ഥലമാണ്. അത്രയും മനുഷ്യർ അവിടെ ഉണ്ടാകുന്ന സ്ഥലമാണ്. ആ സമയത്താണ് സ്വകാര്യ ബസ്സിലെ ജീവനക്കാർ പരസ്പരം തമ്മിലടിക്കുകയും വാഹനം അടിച്ചു തകർക്കുകയും ചെയ്തത്. 2 പേരുടെയും പരാതിയിൽ കായംകുളം പോലീസ് കേസെടുത്തിട്ടുണ്ട്. ശരി, രഘുനാഥാണ് വിവരങ്ങൾ നൽകിയത്. അങ്ങനെ സമയക്രമവുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ പല അസ്വാരസ്യങ്ങളും ഒക്കെ തന്നെ ഉണ്ടാകാറുണ്ട്. പക്ഷേ ഇത് അതിരുവിട്ട ഒരു അക്രമമായി വാഹനത്തിൻ്റെ ചില്ലുകളൊക്കെയാണ് ഇപ്പോൾ തകർത്തിരിക്കുന്നത്.